ഹായ് പ്രിയരെ, ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യായാമ മുറയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ വ്യാപകമായിട്ട് കേരളത്തിന് പുറത്തുമുള്ള എല്ലാ പ്രദേശങ്ങളിലും വളരെ ഈസിയായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു വ്യായാമ മുറയാണ് MEC7. ആ MEC7-ലെ 21 ഐറ്റംസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും എഫക്റ്റീവുമായിട്ടുള്ള ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് എന്ന ഐറ്റംസിലെ 2 പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിലെ ആദ്യത്തേത് സൈഡ് ബെൻഡും രണ്ടാമത്തെ ഐറ്റംസ് ആയിട്ടുള്ള ഹാൻഡ് സ്വിങ്ങുമാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനർ ഷിഹാബ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഡെമോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതെനിക്ക് തുടർന്നുള്ള ഇത്തരം വീഡിയോസുകൾ ഇടാനുള്ള ഒരു പ്രചോദനമായി മാറും എന്നതുകൊണ്ട് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം. MEC7 എക്സസൈസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ്. അതിനകത്തുള്ള 2 ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് ആണ്. ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീത്ത് നന്നായിട്ട് എടുത്ത് ഹോൾഡ് ചെയ്ത് 3 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നു. അതാണ് ഈ എക്സസൈസിൻ്റെ ഒരു ശരിയായ രീതി. നമ്മൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ലഭിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിന്ന് ഡെമോ കാണിക്കാം. റെഡി? ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ്. ഫസ്റ്റ് ഐറ്റം സൈഡ് ബെൻഡ്. റെഡി? സ്റ്റാർട്ട്. 1 2 3 4 9 10. ഓക്കെ, അതിൽ രണ്ടാമത്തെ ഐറ്റമാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. MEC7-ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിൽ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ ഹാൻഡ് സ്വിങ് എന്ന ഐറ്റമാണ്. നമുക്കറിയാം, ഹാൻഡ് സ്വിങ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ രണ്ടും വളരെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ കൈ ഒരു V ആകൃതിയിലാണ് മുകളിലെത്തുമ്പോൾ നിൽക്കേണ്ടത്. പക്ഷേ ഇത് പോകുന്ന സമയത്ത് മുകളിലേക്ക് നമ്മൾ കൈ ഉയർത്തുമ്പോൾ നല്ല രീതിയിൽ ബ്രീത്ത് നമ്മൾ എടുത്തുകൊണ്ട് പോകണം. അത് കുറച്ച് സ്പീഡിലാവാം. പക്ഷേ റിട്ടേൺ വരുമ്പോൾ സ്വിങ് ആണ്. നമ്മൾ ചിറകുകൾ നമ്മൾ വായുവിലൂടെ ഇറങ്ങുന്നത് പോലെ, പക്ഷിയുടെ ചിറകുകൾ ഇറങ്ങുന്നത് പോലെ വേണം നമുക്ക് തിരിച്ചു വരാൻ. അപ്പോൾ ഞാൻ കാണിക്കാം, നിങ്ങൾ അതേപോലെ ഒന്ന് ശ്രമിച്ചു നോക്കാം. റെഡി? നെക്സ്റ്റ് ഐറ്റം ഹാൻഡ് സ്വിങ്. സ്റ്റാർട്ട്. 1 2 9 10. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് MEC7 എന്ന് പറയുന്ന ഈ ഒരു വ്യായാമ മുറ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് ബഹുമാനിയായിട്ടുള്ള സലാഹുദ്ദീൻ സാറാണ്. അദ്ദേഹം ഇതിന് നല്ല രീതിയിൽ ഒരുപാട് കാലത്ത് റിസർച്ചിന് ശേഷമാണ് 21 ഐറ്റത്തിലേക്ക് ഈ എക്സസൈസിനെ ചുരുക്കി. നമുക്കറിയാം, ഇന്ന് വ്യാപകമായി പലതരത്തിലുള്ള എക്സസൈസുകൾ സമൂഹത്തിലുണ്ട്. അതിൽ നിന്ന് ഏതൊരു ചെറിയ പ്രായക്കാരനും വയസ്സായവർക്കും ഉൾക്കൊള്ളാൻ പറ്റാവുന്ന നല്ല രീതിയിൽ എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു വ്യായാമ മുറയാണ് MEC7. MEC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷനെ ഷോർട്ടായിട്ട് പറയുന്നതാണ് MEC7 എന്ന് പറഞ്ഞാൽ അത് 7 തരത്തിലുള്ള എക്സസൈസുകളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട 11 ഐറ്റത്തിൽ പെടുന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഈ ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ്ങിലെ 2 ഐറ്റം. ഓക്കെ, താങ്ക് യു.